പരിണയം ഒരു വിദേശ കമ്പനിയുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഓൺലൈൻ മീറ്റിങ്ങിനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു അക്ഷിത്. ആ സമയത്താണ് അവന്റെ ഫോൺ റിങ് ചെയ്തത്. തികച്ചും താല്പര്യമില്ലായ്മയോടെയാണ് അവൻ ഫോണിലേക്ക് നോക്കിയത്. എന്നാൽ വിളിക്കുന്നത് ആരോഹിയാണെന്ന് കണ്ടതും അവന്റെ മുഖം പെട്ടെന്ന് വിടർന്നു. എങ്കിലും അവൾ എന്തിനായിരിക്കും ഈ സമയത്ത് വിളിക്കുന്നത് എന്ന ചിന്തയോടെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ ആരോഹി, അത്രയും മാത്രം പറഞ്ഞതേ അക്ഷിതിന് ഓർമ്മയുള്ളൂ. മറുഭാഗത്തു നിന്നും ഒരു പൊട്ടിത്തെറിയായിരുന്നു അവൻ കേട്ടത്. സാറിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താണ്? ആരോഹി അതീവ ദേഷ്യത്തോടെ ചോദിച്ചപ്പോ അക്ഷിതിനൊന്നും മനസ്സിലായില്ല. അവൻ തിരിച്ചെന്തോ ചോദിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവൾ വീണ്ടും സംസാരിച്ചു തുടങ്ങി. സാറിനോട് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സാറിന്റെ സുഹൃത്ത് സിദ്ധാർത്ഥ് വർമ്മയുമായി ഒരു ബന്ധത്തിനും താല്പര്യമില്ലെന്ന്. ഒരു കാര്യം ഒന്നിൽ കൂടുതൽ തവണ പറയുന്നത് ഇഷ്ടമല്ലെന്ന് സാറ് പലപ്പോഴും പറയാറുണ്ടല്ലോ. എനിക്ക് കേട്ടോളൂ, സാറിന് മാത്രമല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കും ഒട്ടും ഇഷ്ടമല്ല. മനസ്സുകണ്ട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കാനൊന്നും നമ്മളെ ആരെങ്കിലും ഫോഴ്സ്ഫുള്ളി പ്രഷർ ചെയ്താൽ സാറിന്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? ആരോഹിയുടെ ചോദ്യം കേട്ടതും കാര്യം അറിയാതെ അക്ഷിതും തിരികെ അവളോട് ദേഷ്യപ്പെട്ടു. നോക്കാരോഹി, കുറെ നേരമായി താൻ കിടന്ന് ചിലയ്ക്കുന്നു. ആദ്യം കാര്യം എന്താണെന്ന് വ്യക്തമായി പറ, എന്നാലല്ലേ എനിക്കൊരു മറുപടി പറയാൻ പറ്റൂ. അക്ഷിത് അത് പറഞ്ഞപ്പോഴാണ് ആരോഹിയും ചിന്തിച്ചത്. ഇത്രയും നേരം കാര്യം പറയാതെ മനസ്സിലെ ദേഷ്യവും അമർഷവും മാത്രമാണ് താൻ അവനോട് തീർത്തതെന്ന്. അവൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, സർ, ചെവി തുറന്ന് വ്യക്തമായി കേട്ടോളൂ. സാറിന്റെ ഫ്രണ്ട് സിദ്ധാർത്ഥ് വർമ്മയ്ക്ക് എന്നെ വിവാഹം കഴിക്കണം പോലും. അദ്ദേഹം ഇന്ന് മാതാപിതാക്കളെയും കൂട്ടി എന്റെ വീട്ടിൽ വന്നിരുന്നു. എന്നെ സാറിന്റെ ഓഫീസിൽ വെച്ചാണ് അദ്ദേഹം കണ്ടത്. പറയാനുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായും വ്യക്തമായും അന്ന് ആ മാളിൽ വെച്ച് അദ്ദേഹത്തോട് പറഞ്ഞതുമാണ്. ഇനി ദേവി ഇത് എന്റെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കരുതെന്ന് ആ കൂട്ടുകാരനോടൊന്ന് പറഞ്ഞേക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് കടുത്ത ദേഷ്യത്തില് ആരോഹി ഫോൺ കട്ട് ചെയ്തു. അക്ഷിതിന് തിരികെ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും മീറ്റിംഗിന് ഇനി വെറും 5 മിനിറ്റ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ആ ശ്രമം ഉപേക്ഷിച്ചു. എന്നാൽ അപ്പോഴേക്കും അവന്റെ മനസ്സ് വല്ലാതെ കലുഷിതമായി കഴിഞ്ഞിരുന്നു. മനസ്സിനെ ശാന്തമാക്കുവാൻ അവൻ ശ്രമിച്ചെങ്കിലും ഒന്നും അവന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുകയില്ല. അത്രയേറെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് മാത്രമാണ് അവനത് ക്യാൻസൽ ചെയ്യാതിരുന്നത്. അക്ഷിത് തലയ്ക്ക് കൈകൊടുത്ത് ആലോചനയോടെ ഇരുന്നു. മീറ്റിംഗിന്റെ സമയമായപ്പോ അവൻ ജോയിൻ ചെയ്തു. പക്ഷെ വിചാരിച്ചതുപോലെ അവന് യാതൊന്നും പ്രസന്റ് ചെയ്യാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല. ഒടുവിൽ കമ്പനിയോട് കുറച്ചുകൂടി സാവകാശം ചോദിച്ചുകൊണ്ട് അവൻ ആ മീറ്റിംഗിൽ നിന്നും ലെഫ്റ്റായി. മീറ്റിംഗ് കഴിക്കയുടെ അവൻ ആദ്യം വിളിച്ചത് ആരോഹിയായിരുന്നെങ്കിലും അവൾ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവൻ നേരെ സിദ്ധാർത്ഥിനെ വിളിച്ചു. ഹലോ സിത്തു. ആ അക്ഷി, പറയടാ. നീ ഇന്ന് ആരോഹിയുടെ വീട്ടിൽ പോയിരുന്നോ? അതീവ ദേഷ്യത്തോടെയാണ് അക്ഷത് ചോദിച്ചത്. എടാ, സത്യം പറഞ്ഞാൽ ഞാൻ നിന്നോട് അതേപ്പറ്റി ചോദിച്ചപ്പോ നീ പറഞ്ഞില്ലേ നീ എന്തെങ്കിലും ചെയ്യുന്നു. പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല. നേരെ അച്ഛനെയും അമ്മയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയി. അവളുടെ അഡ്രസ്സും വീടും തപ്പിയെടുക്കാൻ എനിക്ക് അധികം പാടുപെടേണ്ടി വന്നില്ല. സിദ്ധാർത്ഥ് പറഞ്ഞു. നീ എന്തിനാ സിത്തു അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്? അവൾ നിന്നോട് ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ ഇങ്ങനൊരു റിലേഷൻഷിപ്പിന് അവൾക്ക് താല്പര്യമില്ലെന്ന്. അക്ഷിത ചോദിച്ചതും മറുഭാഗത്തു നിന്നും സിദ്ധാർത്ഥിന്റെ ചിരി ഉയർന്നു കേട്ടു. അക്ഷി അവന്റെ കടപ്പലുകൾ ഞെരിഞ്ഞമർന്നു. അക്ഷി, ചില പെൺകുട്ടികൾ അങ്ങനെയാടാ. പ്രത്യേകിച്ച് അവളെ പോലെയുള്ള നാടൻ പെൺകുട്ടികൾ. നമ്മൾ നേരിട്ട് ചെന്ന് പ്രണയം പറയുന്നതൊന്നും അവർക്ക് പെട്ടെന്ന് ഇഷ്ടാകുന്നില്ല. അതേസമയം വീട്ടുകാരുമായി സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്തുകയാണെങ്കിൽ അവർ പെട്ടെന്ന് സമ്മതിച്ചോളും. ഞാൻ നോക്കിയിട്ട് അവൾ അത്ര വലിയ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എന്നെ പോലെ എല്ലാ യോഗ്യതകളുമുള്ള സമ്പന്നനായ ഒരാളുടെ ആലോചന ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവളുടെ പേരൻസ് അവളെ നിർബന്ധിക്കും. അങ്ങനെ അവളെ വിവാഹത്തിന് സമ്മതിക്കും. ഇത്രയും ചീപ്പ് മെന്റാലിറ്റിയാണോ സിത്തു നിന്റേത്? സിദ്ധാർത്ഥിന്റെ വാക്കുകൾ അക്ഷതിൽ വല്ലാത്ത അവജ്ഞയുണ്ടാക്കി. അവൻ രോഷത്തോട് ചോദിച്ചു. ഒരു പെൺകുട്ടിയുടെ സാഹചര്യം മുതലെടുത്താണോ അവളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടത്? പരസ്പരം സ്നേഹത്തോടും ബഹുമാനത്തോടും ഇഷ്ടത്തോടും കൂടിയല്ലേ അതൊക്കെ ചെയ്യേണ്ടത്? എന്റെ അക്ഷി, നിന്റെ ഈ തത്വം പറച്ചിലൊന്നും ഇവിടെ നടക്കില്ല. എനിക്ക് അവളെ അത്രയ്ക്കങ്ങ് ഇഷ്ടായി. ഇനി അവളെ വിട്ട് മറ്റൊരു പെണ്ണിനെ ഭാര്യയാക്കുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഇപ്പോൾ തന്നെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും വിവാഹത്തിന് നല്ല പ്രഷറുണ്ട്. അമ്മയ്ക്കന്ന് അവളെ മാളി വെച്ച് കണ്ടപ്പോൾ തന്നെ
ഒത്തിരി ബോധിച്ചു. അച്ഛന് ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്തു. മൊത്തത്തിൽ ഫാമിലി എല്ലാവരും ഓക്കെ ആണിടാ. ഞാനിപ്പോ അവളുടെ വീട്ടുകാരുടെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. എങ്കിൽ നീ ചെവി തുറന്നൊരു കാര്യം കേട്ടു. ആരോഹി എന്നെ അല്പം മുമ്പ് വിളിച്ചു. നീ അവളുടെ വീട്ടിൽ പോയതിന്റെ പേരിൽ അവൾ എന്നോട് ഒത്തിരി ദേഷ്യപ്പെട്ടു. അക്ഷിത് പറഞ്ഞു. അത് കേട്ടതും സിദ്ധാർത്ഥിന്റെ മുഖം മാറി. അവൾ എന്തിനാ നിന്നോട് ദേഷ്യപ്പെട്ടത്? നീ ഒരു കാര്യം ചെയ്യ, അവൾക്ക് എന്റെ ഫോൺ നമ്പർ കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരിച്ച് വിളിച്ചു പറയാൻ പറ. സിദ്ധാർത്ഥ് അത് പറഞ്ഞതും അക്ഷിത് ദേഷ്യത്തോടെ പറഞ്ഞു. പിന്നെ നിനക്ക് മാമാപ്പണി ചെയ്യലല്ലേ ഈ അക്ഷതിന്റെ ജോലി? അതും പറഞ്ഞുകൊണ്ടവൻ അരിശത്തോടെ ഫോൺ കട്ടിലേക്ക് എറിഞ്ഞു. കട്ടിൽ നിന്ന് ഉരുണ്ടു വീണ ആ ഫോൺ നിലത്തടിച്ച് അതിന്റെ ഡിസ്പ്ലേയിൽ ചെറിയൊരു വിള്ളൽ വീഴ്ത്തി. നിലത്ത് കിടന്ന ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അക്ഷതിന്റെ ദേഷ്യം ഇരട്ടിച്ചു. ഡിസ്പ്ലേയിലേക്ക് നോക്കിയെങ്കിലും വിളിക്കുന്നത് സിദ്ധാർത്ഥ് തന്നെ ആയിരിക്കുമെന്ന് അവന് ഉറപ്പായിരുന്നു. 2-3 വട്ടം ഫോൺ തുടർച്ചയായി റിങ് ചെയ്തപ്പോൾ അക്ഷിത് നിവർത്തിയില്ലാതെ കോൾ അറ്റൻഡ് ചെയ്തു. എന്താ സിദ്ധു നിനക്ക് വേണ്ടത്? നിനക്കൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നോക്കക്ഷി, നീ എന്തിനാ ഇക്കാര്യത്തിൽ എന്നോട് ഇത്രയും ദേഷ്യപ്പെടുന്നത്? ആരോഹി നിന്റെ കാമുകിയൊന്നും അല്ലല്ലോ, വെറും ഒരു എംപ്ലോയി മാത്രമല്ലേ. അവൾക്ക് നല്ലൊരു ലൈഫ് കിട്ടുന്നതിൽ അവളുടെ ബോസായ നീ സന്തോഷിക്കുമല്ലേ വേണ്ടത്. ഇനി നിനക്ക് നല്ലൊരു PSന് നഷ്ടമാകുമെന്ന് ഓർത്താണെങ്കിൽ ഡോൺ വറി. അവൾ എന്നെ വിവാഹം കഴിച്ചാലും നിന്റെ കമ്പനിയിൽ നിന്റെ PSആയി തന്നെ വർക്ക് ചെയ്യട്ടെ. അതിനൊന്നും എനിക്ക് യാതൊരു പ്രോബ്ലവുമില്ല. സിദ്ധാർത്ഥിന്റെ പരിധി വിട്ട സംസാരം കേട്ട് അക്ഷിത് ദേഷ്യം നിയന്ത്രിക്കാനാവാതെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. സിദ്ധു, ഇനി മേലാൽ ഇക്കാര്യത്തിലേക്ക് എന്നെ വലിച്ചിഴക്കരുത്, കേട്ടല്ലോ. നിനക്ക് എന്ത് തീരുമാനവും എടുക്കാം. അത് ആരോഹിയുമായോ അവളുടെ വീട്ടുകാരുമായോ സംസാരിച്ച് തീരുമാനിക്കുക. അല്ലാതെ ദയവേത് എന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യരുത്. ഇനി ഇക്കാര്യം പറഞ്ഞ് നീ എന്നെ വിളിക്കുകയും വേണ്ട. എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. ഞാൻ ഫോൺ വെക്കുവാണ്. അത്രയും പറഞ്ഞ അക്ഷിത് ഫോൺ കട്ട് ചെയ്ത് ടേബിളിലേക്ക് വെച്ചു. ശേഷം തലയ്ക്ക് കൈകൊടുത്തവൻ കട്ടിലിരുന്നു. ദേഷ്യം സഹിക്കാനാവാതെ അവൻ തന്റെ മുടിയിഴകളിൽ വിരൽ കോർത്തു വലിച്ചു. ഒരിക്കൽ കൂടി അവൻ ആരോഹിയുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അവൾ കോളെടുത്തില്ല. അതുകൂടിയായപ്പോൾ അക്ഷിതിന് കലി കയറി. ഒരു വേള അവളുടെ വീട്ടിലേക്ക് നേരിട്ട് പോയാലോന്ന് പോലും അവൻ ചിന്തിച്ചുപോയി. മറുഭാഗത്ത് ആരോഹിയും കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു. അക്ഷിതിനെ വിളിച്ച് അത്രയും ദേഷ്യപ്പെട്ടതോർത്ത് അവൾക്ക് വല്ലാത്ത മനോവേദന തോന്നി. പക്ഷെ അക്ഷിത് വഴിയാണല്ലോ സിദ്ധാർത്ഥത്തിന്റെ ജീവിതത്തിലേക്ക് ഈ കടന്നുകയറ്റം നടത്താൻ ശ്രമിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അവൾക്ക് വീണ്ടും ദേഷ്യം കൂടി. കടുത്ത തലവേദനയോടെ അവൾ ബെഡിലേക്കിരുന്നു. അപ്പോഴേക്കും അക്ഷിതിന്റെ 3-4 മിസ്ഡ് കോള് ഫോണിൽ വന്നിട്ടുണ്ടായിരുന്നു. മനസ്സൊന്ന് ശാന്തമാക്കിയ ശേഷം ആരോഹി അവനെ തിരികെ വിളിച്ചു. അക്ഷിത് കോൾ എടുത്തതും ആരോഹി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. സർ, സോറി, എനിക്കെന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. സാറ് ചിന്തിക്കുന്നുണ്ടാകും ഇതൊരു ചെറിയ മാരേജ് പ്രപ്പോസൽ മാത്രമല്ലേ, അതിന് ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോന്ന്. പക്ഷേ സാറ് ചിന്തിക്കുന്ന പോലെയല്ല എൻ്റെ ജീവിതത്തിൽ കുറച്ച് ദിവസങ്ങളായി സംഭവിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയധികം പ്രഷർ താങ്ങാൻ കഴിയില്ല. ആരോഹി, അക്ഷിത് അവളുടെ വാക്കുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു പറഞ്ഞു. ഞാനിപ്പോൾ സിദ്ധുവിനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. പിന്നൊരു കാര്യം, സിദ്ധാർത്ഥ് ആരോഹിയെ എൻ്റെ ഓഫീസിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും എൻ്റെ അറിവോടെ ആയിരുന്നില്ല. എന്തിനേറെ പറയുന്നു, അവൻ മാതാപിതാക്കളെയും കൂട്ടി ആരോഹിയുടെ വീട്ടിൽ വന്നതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ദേവി ഇത് ആരോഹി എന്നെ ഈ മാറ്ററിലേക്ക് ഇൻക്ലൂഡ് ചെയ്യരുത്. തനിക്ക് ഞാൻ സിദ്ധാർത്ഥിന്റെ നമ്പർ സെൻഡ് ചെയ്യാം. ഇനി എന്തു പറയാനുണ്ടെങ്കിലും അവനോട് നേരിട്ട് പറയുക, അല്ലെങ്കിൽ അവന്റെ ഫാമിലിയുമായി ഡീൽ ചെയ്യുക. എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. വളരെ അറുത്തു മുറിച്ച മട്ടിൽ അത് പറഞ്ഞുകൊണ്ട് അക്ഷിത് കോൾ കട്ട് ചെയ്തു. തൊട്ടു പിന്നാലെ അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അത് സിദ്ധാർത്ഥിന്റെ കോണ്ടാക്ട് നമ്പറാണെന്ന് ആരോഹിക്ക് മനസ്സിലായി. ഒരു നിമിഷം സിദ്ധാർത്ഥിനെ വിളിക്കണമെന്ന് അവൾ വിചാരിച്ചെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെച്ചു. അവൾ പതുക്കെ താഴേക്ക് നടന്നു. അപ്പോൾ ഡൈനിങ് ടേബിളിനടുത്തിരുന്ന് എന്തോ ഗൗരവമായി സംസാരിക്കുകയായിരുന്നു അവളുടെ മാതാപിതാക്കളായ വസുതയും വാസുദേവനും. അവൾ അവർക്കടുത്തേക്ക് ചെന്നു. അമ്മേ, അച്ഛ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ മോളെ? എന്താണെങ്കിലും ധൈര്യമായിട്ട് പറയേ. വാസുദേവൻ മകളെ നോക്കി പറഞ്ഞു. ആരോഹിയുടെ മുഖത്ത് അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ വ്യക്തമായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് വാസുദേവൻ അത്രയും സ്നേഹത്തോടെ സംസാരിച്ചത്. തൽക്കാലം ഒരു വിവാഹം കഴിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. അമ്മയും അച്ഛനും തന്നെ സിദ്ധാർത്ഥിന്റെ വീട്ടുകാരോട് സംസാരിക്കണം. നമുക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്ന് അവരെ അറിയിക്കണം. ആരോഹി, നീ നല്ലതുപോലെ ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുത്തത്?
വസുധ മകളുടെ അവസാന അഭിപ്രായം അറിയാനായി അവളെ നോക്കി ചോദിച്ചു. അതെ അമ്മേ, എനിക്കിനി ഈ കാര്യത്തിൽ കൂടുതലൊന്നും ചിന്തിക്കാനില്ല. പിന്നെ അവരുടെ മകനോട് ഇനി മേലാല് എന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യരുതെന്ന് കൂടി പറഞ്ഞേക്കണം. അത്രയും പറഞ്ഞ് ഇരുവരെയും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആരോഹി ദേഷ്യത്തോടെ മുകളിലെ തന്റെ മുറിയിലേക്ക് നടന്നു. വസുധ അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. പകുതി ഗോവണി കയറിയ ആരോഹി തിരിഞ്ഞു നോക്കി. എന്താ അമ്മേ? മോളെ ആഹാരം കഴിച്ചിട്ട് കിടക്കും. വേണ്ടമ്മേ, എനിക്ക് വിശപ്പില്ല. ഇനി എന്നെ വിളിക്കേണ്ട. അതും പറഞ്ഞ ആരോഹി മുറിയിലേക്ക് കയറി വാതിലടിച്ചു. ബെഡിലേക്ക് വീഴുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. അവളുടെ അറിവില്ലാതെ തന്നെ കണ്ണുനീർ കവളിലൂടെ ഒലിച്ചിറങ്ങി. ഞാൻ എന്തിനാണിപ്പോ കരയുന്നത്? അവൾ പലതവണ ചിന്തിച്ചിട്ടും ആ ചോദ്യത്തിന് ഒരു മറുപടി കണ്ടെത്താൻ അവൾക്കായില്ല. സിദ്ധാർത്ഥ വിവാഹാലോചനയുമായി വന്നതിന് താൻ എന്തിനാണ് ഇത്രമാത്രം വിഷമിക്കുന്നത്? ഇതിനു മുമ്പും എത്രയോ ആലോചനകൾ വന്നിരിക്കുന്നു. അപ്പോഴൊന്നും തോന്നാത്ത ഒരു വെപ്രാളം ഇപ്പൊ എന്തിനാണ് തോന്നുന്നത്? ആരോഹി തലപുകഞ്ഞ് ആലോചിച്ചു. എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകിക്കിടന്ന ആരോഹി ഒടുവിൽ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഗാഠമായ നിദ്രയിലേക്ക് ആണ്ടുപോകുമ്പോഴും അവളുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നത് അക്ഷതിന്റെ മുഖമായിരുന്നു. ഉറക്കം ബാധിച്ച കൺപോളകൾ തുറക്കാൻ അവൾ ശ്രമിച്ചു നോക്കിയെങ്കിലും പരാജയപ്പെട്ടവൾ വീണ്ടും ഉറങ്ങിപ്പോയി. അതേസമയം ഉറങ്ങാനാവാതെ ബാൽക്കണിയിൽ തന്നെ നിൽക്കുവാണ് അക്ഷയ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവന്റെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. അവൻ കടുത്ത ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി ബാൽക്കണിയുടെ റെയിലിങ്ങിൽ ഇടിച്ചു. ഏറെ നേരത്തിന് ശേഷം അവൻ പതുക്കെ മുറിയിലേക്ക് നടന്നു. പതിവിന് വിപരീതമായി പിറ്റേന്ന് ആരോഹിക്ക് ഓഫീസിൽ പോകാൻ ഒട്ടും താല്പര്യമില്ല. രാവിലെ 7 മണിയായിട്ടും അവൾ മുറി തുറക്കാതെ ഉള്ളിൽ തന്നെയിരുന്നു. ഒടുവിൽ വസുധ വന്ന് വാതിലെ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ഡോർ തുറന്നത്. എന്താ മോളെ ഇത്? നീ റെഡിയായില്ലേ ഇതുവരെ? നിനക്കിന്ന് ഓഫീസിൽ പോകേണ്ടേ? വസുധ ചോദിച്ചു. എനിക്ക് വയ്യമ്മേ, മനസ്സിനൊരു സുഖമില്ലാത്ത പോലെ. ഞാനിന്ന് ലീവ് എടുക്കാൻ തീരുമാനിച്ചു. എന്തിനാ മോളെ ഇങ്ങനെ അനാവശ്യമായിട്ട് ലീവ് എടുക്കുന്നത്? വസുധ ചോദിച്ചെങ്കിലും ആരോഗ്യം ഒന്നും മിണ്ടാതെ ചുവരിൽ ചാരി മൗനമായി നിന്നു. അവളുടെ മിഴികൾ വീണ്ടും നിറയുന്നുണ്ടായിരുന്നു. സങ്കടപ്പെടാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ആ ചെക്കൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വീട്ടുകാരെയും കൂട്ടി ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ അവരുടെ വീട്ടുകാരെ വിളിച്ച് കാര്യം പറഞ്ഞു. മോൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്ന്. അവരത് അംഗീകരിക്കുകയും ചെയ്തു. പിന്നെന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്? ഞങ്ങൾ ആദ്യമേ പറഞ്ഞതല്ലേ നിനക്കിഷ്ടമില്ലാത്തൊരു ജീവിതത്തിലേക്ക് ഞങ്ങൾ നിന്നെ തള്ളിവിടത്തില്ലെന്ന്. ഇപ്പോഴും അമ്മയും അച്ഛനും ആ തീരുമാനത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതിന്റെ പേരിലാണ് സങ്കടമെങ്കിൽ അത് വേണ്ട. അമ്മയുടെ വാക്കുകൾ കേട്ടതും വസുധ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആരോഹി അവരെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ ചൂടുള്ള കണ്ണുനീർ വസുധയുടെ തോളിൽ പതിച്ചു. അവളെ ബലമായി മാറ്റാൻ അവർ ശ്രമിച്ചെങ്കിലും ആരോഹി അവരുടെ തോളിൽ മുഖം പൂഴ്ത്തി ആർത്താർത്ത് കരഞ്ഞു. എന്താ മോളെ, നീ എന്താ ഇങ്ങനെ കരയുന്നേ? വസുധ പല ആവർത്തി ചോദിച്ച ശേഷമാണ് ആരോഗ്യം എന്തെങ്കിലും പറയാൻ തയ്യാറായത്. അത് പിന്നെ അമ്മേ, ഇന്നലെ ഈ പേരും പറഞ്ഞ് അക്ഷയ് സാർ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഞാനും സാറിനോട് എന്തൊക്കെയോ ദേഷ്യപ്പെട്ടു. എനിക്കിനി സാറിനെ ഫേസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ലമ്മേ. ഞാൻ ആ ജോലി റിസൈൻ ചെയ്താലോ എന്ന് ആലോചിക്കുക. ആരോഗ്യം അത് പറഞ്ഞതും വസുധ ഒരു ചെറിയ ചിരിയോടെയാണ് അതെല്ലാം കേട്ടു നിന്നത്. അവർ സാവധാനം മകളെ തങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി. അതുകൊള്ളാം. ഇത്രയും ചെറിയൊരു കാര്യത്തിനാണോ നീ ജോലി റിസൈൻ ചെയ്യാൻ പോകുന്നേ? എത്രയോ വർഷത്തെ നിന്റെ കഷ്ടപ്പാടാണ് ആ കമ്പനിയിലെ ജോലി. ഇപ്പൊ അവിടുത്തെ ഏറ്റവും നല്ല പോസ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കാൻ എന്താണ് കാരണം? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, കാരണം ഇതാണെന്ന്. ആരോഗ്യ പരിഭവത്തോടെ മുഖം തിരിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാരണം അതാണെന്ന്. വസുധ തറപ്പിച്ചു പറഞ്ഞപ്പോ ആരോഹി തന്റെ പിടയുന്ന മിഴികൾ അമ്മയിൽ നിന്ന് ഒളിപ്പിച്ചു മാറ്റി. സമയം ഇപ്പോഴും ഒട്ടും വൈകിട്ടില്ല. വേഗം റെഡിയായാൽ ഓൺ ടൈമിൽ ഓഫീസിലെത്താം. എന്തു പറയുന്നു? വസുധ ചോദിച്ചു. ഞാൻ ഓഫീസിലേക്ക് പോയിക്കോളാം. എങ്കിൽ പിന്നെ വേഗം റെഡിയായി താഴേക്ക് വാ, ഞാൻ ലഞ്ചൊക്കെ എടുത്തു വെക്കാം. അതും പറഞ്ഞ് വസുധ മുറിവിട്ടു പോയപ്പോൾ ആരോഹി വീണ്ടും ആലോചനയോടെ ബെഡിലിരുന്നു. പിന്നീട് വേഗം തന്നെ അവൾ ഫ്രഷായി കബോർഡ് തുറന്നു. ആദ്യം കയ്യിൽ തടഞ്ഞത് ഒരു മനോഹരമായ ജോർജറ്റ് സാരിയായിരുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ അവൾ അതെടുത്ത് ധരിച്ചു. ചെറിയ രീതിയിൽ മേക്കപ്പ് ചെയ്തു. ബാഗും മറ്റ് സാധനങ്ങളുമായി അവർ വേഗം താഴേക്ക് നടന്നു. അമ്മയാണ് തന്റെ എല്ലാം. തന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ അമ്മയുള്ളതുകൊണ്ടാണ് താനിങ്ങനെ ബോൾഡായിട്ട് നിൽക്കുന്നത് ഓർത്തുകൊണ്ടവൾ അവരുടെ അടുത്തേക്ക് ചെന്നു. തുടരും.